30 വർഷത്തിന് ശേഷം ആദ്യമായി പുഞ്ചകൃഷി ഒഴിവാക്കി വയനാട് മുത്തങ്ങയിലെ നെൽ കർഷകർ. രൂക്ഷമായ വന്യമൃഗശല്യം കാരണമാണ് മന്മഥൻ മുലയിലെ കർഷകർ ഇത്തവണ കൃഷിയിറക്കാതിരുന്നത്. മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടില്ലെന്നാണ് കർഷകരുടെ പരാതി. കഴിഞ്ഞ 30 വർഷമായി ഈ പാടങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ല. പച്ചപ്പ് നിറഞ്ഞ് വെള്ളം കെട്ടി നിൽക്കുന്ന പുഞ്ചപ്പാടങ്ങളായിരുന്നു മുൻ വർഷങ്ങളിൽ. എന്നാൽ ഇത്തവണ അതിൽ നിന്ന് വിഭിന്നമായി നിലം ഊഷരമായി കിടക്കുകയാണ്. വനപ്രദേശത്താൽ ചുറ്റപ്പെട്ട സ്ഥലമായിരുന്നെങ്കിലും കാവൽ മാടങ്ങൾ കെട്ടിയും ഫെൻസിംഗ് ഒരുക്കിയും കർഷകർ കൃഷി ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ ആരും പുഞ്ചകൃഷി ചെയ്യാൻ തയ്യാറായില്ല. രൂക്ഷമായ വന്യമൃഗശല്യം തന്നെ കാരണം. 4 ഭാഗത്തു നിന്നും കാട്ടാനയെത്തും, കൂടെ പന്നിയും മാനും മയിലും. കാവൽ കിടന്നാലും പകുതി പോലും നെല്ല് കിട്ടില്ല. ഇതോടെയാണ് ഇത്തവണ പുഞ്ചകൃഷി ഉപേക്ഷിക്കാൻ കർഷകർ തീരുമാനിച്ചത്. മൃഗങ്ങളുടെ ശല്യങ്ങൾ കൊണ്ട് തന്നെയാണ് കൃഷി ചെയ്യാത്തത്. 30 കൊല്ലത്തോളമായി ഞങ്ങളുടെ തുടർച്ചയായിട്ട് 2 കൃഷിയും ചെയ്തു വരുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ ഈ കൊല്ലം നോക്കുമ്പോൾ മൃഗങ്ങൾ 4 ഭാഗത്തു നിന്നും മൃഗങ്ങളെ ശല്യം തന്നെയാണ്. എല്ലാ മൃഗങ്ങളും ഉണ്ട്. ആന, കുരങ്ങ്, മയിൽ, പക്ഷികളെ ശല്യം. അങ്ങനെ നോക്കുമ്പോൾ കൊയ്യാൻ നേരത്തെ ചെറിയ വിളവേ കിട്ടുന്നുള്ളൂ, മുതലാവുന്നില്ല കൃഷി ചെയ്തിട്ട്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം നിർത്തിയിട്ടിരിക്കുന്നത്. മന്മഥൻ മൂലയിൽ 30 ഏക്കർ വയൽ ഇത്തരത്തിൽ പുഞ്ചകൃഷി ചെയ്യാതെ കിടക്കുന്നത് ആദ്യമാണ്. കൃഷിക്ക് കൃത്യമായ സംരക്ഷണം ഒരുക്കുകയാണെങ്കിൽ കർഷകർ കൃഷി ഇറക്കും. അതിന് ബന്ധപ്പെട്ട വകുപ്പധികൃതർ തയ്യാറാവണമെന്ന ആവശ്യമാണ് ഉയർന്നത്. ന്യൂസ് മലയാളം, വയനാട്.